അതെ 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 പറ്റൂല, ഭയങ്കര പേടിയാണ് നിങ്ങളെ കാണുമ്പോൾ. കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു പോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലായില്ല, കാരണം ഞാൻ കോളേജിൽ പോയിരുന്നില്ല. ആ പറയുന്ന അന്യതാബോധമില്ലാത്ത കഥാപാത്രം മോനെ ഞാൻ വിക്ടോറിയ കോളേജ് മുതൽ ഞാൻ ചേട്ടാ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതിന്റെ സുവർണ കഫേ സ്റ്റൈൽ ക്യാൻറ്റീനിൽ 50 ലക്ഷം രൂപ മാറ്റി വെക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫാന് വാങ്ങിച്ചത് 1000. ഒരുപാട് വർഷം മുന്നേ തലശ്ശേരി ലിബർട്ടി പാരഡൈസ് എന്ന തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വിക്ടോറിയ കോളേജിനെ പറ്റിയിട്ട് ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പരപ്പൂ മോനെ ഞാൻ വിക്ടോറിയ കോളേജ് മുതൽ ആ പൂമോനാണെന്ന് നമുക്കറിയില്ല. ഇന്ദുചൂടന്റെ ക്ലാസ്മേറ്റ് ആണത്. ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന വിക്ടോറിയ കോളേജിൽ ഒരുപാട് കേട്ടിട്ടേ ഉള്ള കോളേജിനെ പറ്റി ആദ്യമായിട്ടാണ് ഒരു ക്യാമറയുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്നത് പോലെയല്ല ഒരു സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് ഷാഫിയോടൊക്കെ സംസാരിക്കുന്ന പോലെ. അത് ഭയങ്കരമായിട്ട് അത് നമുക്ക് പറ്റൂല, ഭയങ്കര പേടിയാണ് നിങ്ങളെ കാണുമ്പോൾ. സത്യം തോന്നിയത് ഇടിച്ച് തിന്നു എന്നൊക്കെയുള്ള ഏതാ സാധാരണ ഞാൻ ഇതുവരെ എൻ്റെ ഇങ്ങനെ ഒരു കോളേജ് കലാലയ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചടങ്ങിനൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒന്നും കണ്ടിട്ടില്ല, കാരണം ഞാൻ കോളേജിൽ പോയിരുന്നില്ല. പരീക്ഷ എഴുതിയാലേ നമ്മൾ തോക്കുള്ളൂ, നമ്മളെ തോപ്പിക്കാൻ പറ്റുള്ളൂ. അത് എഴുതാതെ നമ്മൾ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് 10ാം ക്ലാസ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചിന്തിക്കണ്ട, ബാക്കിയൊക്കെ ഓക്കെ എന്ന് പറയും. അങ്ങനെ എന്നെ പല ഘട്ടങ്ങളായിട്ട് എന്നെ അച്ഛനമ്മമാർ പറ്റിച്ചു. കോളേജ് ആയപ്പോഴേക്കും ഞാൻ അവരെ പറ്റിച്ചു, കോളേജിൽ പോകാതായി. അതത് സമയത്ത് നമ്മളെ ചില വീട്ടുകാരും കാശൊക്കെ ചിലവാക്കി ഇവിടെ കോളേജിൽ കൊണ്ടാക്കുന്ന സമയത്ത് പഠനം കൂടെ നടന്നില്ലെങ്കിൽ കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു പോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? അങ്ങനെ ഒറ്റപ്പെട്ടു ഒരാളെ നിങ്ങൾ തുടർന്ന് തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇനി നല്ല നല്ല ഇന്റർവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും.
ഞാൻ പാലക്കാട് നമ്മുടെ ചെന്നൈയിലൊക്കെ ബൈ റോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് പാലക്കാട് എത്തി കഴിയുമ്പോൾ വലിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടാവും KSU യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു, അന്ന് ഞാൻ ചെറുപ്പമാണ്, 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കും. ആരാണ് അച്ഛാ ഇത്? അച്ഛൻ പറയും, ഇതാ മോനെ ഹാപ്പി. പുള്ളി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. അതെ 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 അറിയില്ലല്ലേ? അതായത് നിങ്ങൾക്ക് അറിയാത്തോണ്ട് അങ്ങനെ ചിരിക്കാറ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.